അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. പ്രിയപ്പെട്ട പടപ്പറമ്പ് മഹല്ലിലെ എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ സൂര്യനസ്തമിക്കലോടുകൂടെ വളരെ സുപ്രധാനമായ പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അഥവാ താസുആ, മുഹറം 9 രാത്രിയാണ് ഇന്നത്തെ രാത്രി. നാളത്തെ പകല് മുഹറം 9 പകലും വളരെ പ്രധാനപ്പെട്ട, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് മുഹറം 9 ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സുന്നത്ത് നോമ്പ് തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അഥവാ മുഹറം 10 അന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു. മുഹറം 10, കാരണം ജൂതന്മാരന്ന് നോമ്പനുഷ്ഠിച്ചപ്പോൾ അതിൻ്റെ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചപ്പോൾ മൂസനബി അലൈഹി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട്, മൂസനബിക്ക് തൗറാത്ത് ലഭിച്ചതും മറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ നന്ദി പ്രകടനമാണെന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ പറഞ്ഞപ്പോൾ മൂസനബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നോമ്പ് പ്രത്യേകമായി സുന്നത്തായി പറയുകയും അതിൻ്റെ മഹത്വം ഊന്നിപ്പറയുകയും, എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊന്ന് പറഞ്ഞു വച്ചു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഈ ഒരു വർഷം അടുത്ത മുഹറമിലേക്ക് അല്ലാഹു തആല എനിക്ക് ആയുസ് തരുകയാണെങ്കിൽ ഞാൻ 9 അന്നും നോമ്പനുഷ്ഠിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹറം 9 നമുക്ക് നൽകുന്നത് 2 പാഠങ്ങളാണ്. ഒന്ന്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആ 9 അന്ന് നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞ് അതൊരു പ്രത്യേകമായ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷത്തേക്ക് അല്ലാഹു തആല ആയുസ് നൽകിയിട്ടില്ലെങ്കിലും എന്നാൽ റസൂലുള്ള അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് അത് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ നിർവഹിച്ചു കൊടുക്കുക, റസൂലുള്ള ആഗ്രഹിച്ച കാര്യം നമ്മൾ ഉമ്മത്ത് മുഹമ്മദ് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. അഥവാ റസൂലുള്ളാഹിൻ്റെ സ്നേഹം പറ്റാൻ, റസൂലുള്ളാഹിനോട് മഹബത്ത് വർദ്ധിക്കാൻ, അത് കാരണമായിട്ട് വിജയിക്കാൻ ഈ നോമ്പ് കാരണമാകും. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. റസൂലുള്ള അന്ന് ആഗ്രഹിച്ചു നോമ്പനുഷ്ഠിക്കാൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള ഇഷ്കിൻ്റെ ഭാഗമാണ്. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നോട് ഇഷ്ക് വെച്ചാൽ, സ്നേഹം വെച്ചാൽ, എന്നെ സ്നേഹിച്ചാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോട് കൂടെയാണ് നാളെ സ്വർഗത്തിലെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ മഹബത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹബീബിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പിനെക്കുറിച്ച് പറഞ്ഞത് ജൂതന്മാർക്കെതിരാവാൻ വേണ്ടി അവർ 10 അന്ന് നോമ്പനുഷ്ഠിക്കുന്നു, എന്നാൽ 10 അന്നും അവരോടെതിരാവാൻ വേണ്ടി 9 അന്നും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇത് വലിയൊരു പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഥവാ ഇസ്ലാമിക സംസ്കാരത്തെ ഉപേക്ഷിച്ചു കൊണ്ടൊരു സംസ്കാരം മുസ്ലിമിന്, അഥവാ മറ്റുള്ളവരുടെ സംസ്കാരം അങ്ങനെ വാരിപ്പുണരാൻ, ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ അടിയറ വച്ച് വാരിപ്പുണരാൻ ഏത് കാര്യത്തിലും നമുക്ക് അവകാശമില്ല. അത് ഏത് സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണെങ്കിലും എല്ലാം ഇസ്ലാം പറയുന്ന ആ ഒരു സംസ്കാരത്തിൽ ഒതുങ്ങി നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് സൗഹൃദത്തിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് ചെയ്യാൻ അവകാശമില്ല എന്നുള്ള ഒരു ബോധമാണ്, ഒരു സംസ്കാരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുഹറം
9ൻ്റെ അന്ന് നോമ്പനുഷ്ഠിച്ചും അതുപോലെ തന്നെ പരമാവധി ഇസ്തിഗ്ഫാറുകളും ദിക്റുകളൊക്കെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും ഒക്കെയുള്ള സമയമായിട്ട് നമ്മളതിനെ കണ്ടെത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.